ഇപ്പോൾ ഇത് ഏറെ നേരമായിട്ട് ബന്ധുക്കളും അയൽക്കാരും ജനപ്രതിനിധികളും ആശാപ്രവർത്തകരും ഒക്കെ സുജയ്ക്ക് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ്. പക്ഷേ ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ പുറത്തേക്ക് എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ വൈകുന്നതിലാണ് ഇത്തരത്തിലേക്ക് ഇപ്പോൾ എന്തായാലും ആലുവ MLA അൻവർ സാദത്ത് പോലീസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ബന്ധുക്കളുമായി സംസാരിക്കുന്നുണ്ട്. ഈ നടപടിക്രമങ്ങൾ വൈകുന്നത് എന്താണെന്ന് ഇപ്പോൾ വിമാനത്താവള അധികൃതരുമായി സംസാരിച്ച ശേഷം പോലീസുമായി ഇടപെട്ടു. ഇപ്പോഴും എന്താണ് എത്രയും വേഗം എത്തിക്കാനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന് MLA ഇപ്പോൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് തന്നെ പുറത്തേക്ക് ഇറങ്ങാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇവിടെ മുന്നിലായിട്ടൊരു സ്വകാര്യ വാഹനമുണ്ട്. ആ സ്വകാര്യ വാഹനത്തിലായിരിക്കും സുജയും ബന്ധുക്കളും പോവുക. അതിന് പിന്നാലെ തന്നെ ഒരു എസ്കോർട്ട് വാഹനം, പോലീസിന്റെ എസ്കോർട്ട് വാഹനം ഉണ്ടാകും. ആ എസ്കോർട്ട് വാഹനം ആയിരിക്കും പിന്നീട് അങ്ങ് തേവലക്കര പടിഞ്ഞാറക്കല്ലടയിലെ ആ വീട്ടിൽ വരെ അനുഗമിക്കുക. ഇങ്ങോട്ടേക്കുള്ള പല പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ദേശീയപാതയിലൂടെയാണ് ഈ വാഹനം കടന്നു പോകുന്നത്. ആലപ്പുഴ വഴി കായംകുളം കരുനാഗപ്പള്ളി വഴി ആയിരിക്കും ചവറ എത്തിയതിനു ശേഷം പിന്നീട് പടിഞ്ഞാറക്കല്ലടയിലെ ആ വീട്ടിലേക്ക് എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലങ്ങളിലൊക്കെ ചില തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ ഇവിടെ പോലീസ് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം ഇളയ മകന്റെ ദൃശ്യവും ഇപ്പം കാണുന്നുണ്ട്. ഇളയ മകനും ഒപ്പം തന്നെ ജ്യേഷ്ഠത്തിയുമാണ് ആലുവ MLA അൻവർ സാദത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായ ഒരു രംഗങ്ങൾ കൂടി നമുക്ക് രാവിലെ മുതൽ നമ്മൾ സാക്ഷിയാകുകയാണ്. സുജിൻ്റെ മുഖമാണ് ഏറെ നമ്മളെ വികാരാധീനമാക്കുന്നത്. കാര്യം അത്രമാത്രം രാവിലെ മുതൽ കരയുന്നുണ്ടായിരുന്നു, തേങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് കുറച്ച് കഴിയുമ്പോൾ മാറും. പിന്നീടൊന്ന് ചെറിയ ചിരി മുഖത്ത് വരും. പിന്നീട് വീണ്ടും ഒരു കരച്ചിൽ. അങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠത്തി അമ്മ കൂടെയുണ്ട്. അങ്ങനെ അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾ കൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുണ്ട് എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ട കാര്യം. അല്പസമയത്തിനും തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്ക് സുജ എത്തുന്നതോട് കൂടിയിട്ട് പോകുന്നത് മകൻ്റെ ചേതനയേറ്റ ശരീരം കാണുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴാണ് അത് വലിയ രീതിയിൽ തന്നെ നമുക്ക് ദുഃഖത്തിലാക്കുന്നത്. തലേന്ന് വരെ സംസാരിച്ചുകൊണ്ടിരുന്ന മകൻ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ടിരുന്ന, ഈവൻ പണമിടപാടുകൾ പോലും ഈ ചെറിയ പ്രായത്തിലൊക്കെ മകനെ ഏൽപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം വളരെ പക്വതയോടുകൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. കായിക രംഗത്ത് വലിയ രീതിയിലുള്ള അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും അത്യാവശ്യം പഠിക്കാൻ മിടുക്കനായ ഒരാളെന്ന് തന്നെയാണ് അധ്യാപക ഒക്കെ നമ്മളോട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളാണ്. രാവിലെ ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടാകുന്നു. ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ ഇക്കാര്യം സുജിയെ അറിയിക്കുന്നതിനകത്തൊരു വിമുഖത കുടുംബത്തിനും അയൽക്കാർക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിവരം അറിയിച്ച് ഉടൻ തന്നെ അവിടുത്തെ തൊഴിലുടമ, സുജ ജോലി ചെയ്തിരുന്ന വീടിൻ്റെ ഉടമ ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടു. അവർ തുർക്കിയിലായിരുന്നു. കാര്യം അവർ മറ്റൊരു മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുർക്കിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിലേക്കൊരു ദുഃഖ വാർത്ത ഇവരെ തേടി എത്തുന്നതും. ഇവർ പിന്നീട് ഈ കാര്യം വ്യക്തമായി അറിയിക്കുന്നു. ആ തൊഴിലുടമ തന്നെയാണ് ഈ സുജയ്ക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നലെ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത്. എന്തായാലും അതിനകത്ത് ചെറിയ ഒരു പ്രശ്നങ്ങൾ, സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും MLA സ്ഥലത്തെത്തി, MLA കൃത്യമായി ഇടപെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്, അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് സുജയെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ വാഹനമുണ്ട്. വാഹനത്തിൽ പോലീസിന്റെ എസ്കോർട്ടായിട്ട് കൊല്ലത്തെ പടിഞ്ഞാറക്കല്ലടയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്കെത്തും. അവിടെ ബന്ധുക്കൾ കാത്തു നിൽപ്പുണ്ട്. മകനുണ്ട്, ഇളയ മകനുണ്ട്, സഹോദരിയുണ്ട്, മറ്റ് ബന്ധുക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അവർ സുജയെ കൊണ്ടുപോകാനായി കാത്തു നിൽക്കുകയാണ്. പോലീസിൻ്റെ അകമ്പടിയോടെയാണ്, പ്രത്യേകിച്ച് യാത്രാ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കാൻ പോലീസിൻ്റെ അകമ്പടിയോടെയാണ് കൊല്ലത്തേക്ക് സുജ പോകുന്നത്. 1 മണിയോടെ വീട്ടിലെത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് കരുതുന്നത്. മറുഭാഗത്ത് തളർന്നു കിടക്കുന്ന അച്ചമ്മ, ഈ സംഭവമുണ്ടായി അതറിഞ്ഞ ആ നിമിഷം മുതൽ അവർ അങ്ങേയറ്റം തകർന്ന അവസ്ഥയിലാണ്. തൻ്റെ മകനെ പഠിപ്പിക്കാൻ പറ്റിയില്ല, ആ സ്വപ്നം പേരക്കുട്ടിയിലൂടെ പൂർത്തിയാക്കാൻ കഴിയും, പക്ഷേ അതും സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ആ അച്ചമ്മയുടെ മുഖം. ഒപ്പം തന്നെ കുറച്ച് പൈസ അവൻ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. ഒരു ചെരുപ്പ് വാങ്ങുക എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കിയിരുന്നു. ആ പൈസയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അച്ചമ്മ കഴിഞ്ഞ ദിവസം
കരയുകയായിരുന്നു. ഒരു ചെരുപ്പ് തന്നെയാണ് അവൻ്റെ മരണത്തിന് കാരണമായി മാറിയത്. കൂട്ടുകാരൻ്റെ ചെരുപ്പ് എടുക്കാനായി സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറിയതാണ്. അവിടെ നിന്ന് കാൽ വഴുതി വീഴാൻ തുടങ്ങുന്ന വേളയിൽ മുകളിലേക്ക് ലൈൻ കമ്പിയിൽ പിടിക്കുകയായിരുന്നു.